the taste of your mind. Kiwi ice cream. Chill the fun. കേരളത്തിലെ അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു എന്നിരിക്കട്ടെ, അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? പാചകവാതകത്തിന് വില കൂടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ടു പഠിക്കണോ ഈ വീട്ടമ്മയെ? ഇതാവണമടാ വീട്ടമ്മ, ഇതാണ്ടാ വീട്ടമ്മ. അതെ, പറഞ്ഞു വരുന്നത് ഒരു വീട്ടമ്മയെ കുറിച്ചാണ്. പ്രതികരിക്കേണ്ട രീതിയിൽ കൃത്യസമയത്ത് പ്രതികരിച്ച കേരളത്തിന്റെ പൊന്നോമന പുത്രിയെ കുറിച്ചാണ്. സർക്കാർ 144 അധികം പാചകവാതകത്തിന് ചുമത്തിയപ്പോൾ വിട്ടുകൊടുക്കില്ല ഞാനെന്ന് വിചാരിച്ച് ഒറ്റ നിമിഷത്തിൽ ഒരു ക്യാമറമാനെ വിളിക്കുന്നു, വീട്ടിലേക്ക് കയറ്റുന്നു, ഉടൻ തന്നെ തൻ്റെ പ്രതികരണം അറിയിക്കുന്നു. അതെ, തിരിച്ചറിയണം നമ്മൾ ആ വീട്ടമ്മയെ കുറിച്ച്. ആ വീട്ടമ്മയുടെ പേരാണ് ശോഭാ സുരേന്ദ്രൻ. കാണാം ആ ദൃശ്യം. കേരളത്തിലെ അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ നിത്യോപയോഗ വസ്തുക്കൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഒരിരട്ടിയോ രണ്ടിരട്ടിയോ അല്ല, 3 ഇരട്ടിയിലധികം വില വർദ്ധിച്ചു. ഈ സാഹചര്യത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം നടക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞത് പയറും പരിപ്പും മാത്രമല്ല എല്ലാ നിത്യോപയോഗ വസ്തുക്കളും വാങ്ങാൻ അതത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പദ്ധതി ഉണ്ടെങ്കിൽ 50 രൂപ കേരള ഗവൺമെന്റ് എടുത്താൽ 50 രൂപ കേന്ദ്രം തരാം എന്ന് പറഞ്ഞ ഇത്രയും നന്മയുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടും 5 നയാ പൈസ കേരളത്തിലേക്ക് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് വാങ്ങിയില്ല. എന്താ കാരണം? അത് വാങ്ങിയെടുത്ത് ആളുകളിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മോഡിജിയുടെ പാർട്ടിക്കെങ്ങാനും ആളുകൾ വോട്ട് കൊടുത്താലോ? അതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ മുഖം തിരിഞ്ഞു നിന്നത്. ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു എന്നിരിക്കട്ടെ, അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? അപ്പോൾ ഗ്യാസിന്റെ സബ്സിഡിയെ കുറിച്ച്, അതായത് വളരെ പൈസയുള്ള ആളുകളോട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സബ്സിഡി ഒഴിവാക്കണം. നിങ്ങളുടെ സബ്സിഡി 10 ലക്ഷം രൂപയും 1 കോടി രൂപയും ഒക്കെ വരുമാനമുള്ളവർക്കും രാജ്യത്തിന്റെ സബ്സിഡിയുടെ ആവശ്യമില്ല. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സബ്സിഡി ഒഴിവാക്കി തന്നാൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കുറച്ച് കോടികൾ കൂടി ചേർത്തുകൊണ്ട് പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തു വലിയ മാറ്റമാണ് ഈ രാജ്യത്തുണ്ടാകുന്നത്. അത് നേടിയെടുക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇടതു വലതു മുന്നണികൾ തയ്യാറാവുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം. അപ്പോൾ നിങ്ങൾ ഈ വീട്ടമ്മയുടെ വീഡിയോ കണ്ടല്ലോ. എന്നാൽ എപ്പോഴാണ് ഈ വീട്ടമ്മ പ്രതികരിച്ചത്? അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. മോദി സർക്കാർ അധികാരത്തിൽ വന്ന് 2 വർഷം തികയുന്ന സമയത്താണ് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ പൊന്നോമന പുത്രി ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പ്രതികരിക്കുന്നത്. പാചകവാതകത്തിന് വില കൂടിയപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ തന്നെ തള്ളിപ്പറയുന്ന ശോഭയോ? അല്ല, ശോഭാ സുരേന്ദ്രൻ വഴക്ക് പറഞ്ഞത് നരേന്ദ്രമോദിയെയല്ല, മറിച്ച് 2016 ഇവിടെ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് എന്താണ് ശോഭ പറഞ്ഞത്? ഉമ്മൻചാണ്ടി സർക്കാരാണ് പോലും പാചകവാതകത്തിന് വില കൂട്ടിയത് എന്നുള്ളതാണ്. അതായത് നരേന്ദ്രമോദിയല്ല, ഉമ്മൻചാണ്ടിയാണ് വില കൂട്ടിയത്. അപ്പോൾ അന്ന് ശോഭാ സുരേന്ദ്രൻ ഈ പാചകവാതകത്തിനെ കുറിച്ച് ഇങ്ങനെ വലിയ രീതിയിൽ വിളിച്ചു പറയുമ്പോൾ ശോഭക്ക് കേന്ദ്രത്തിനെ കുറ്റം പറയാതെ ചൂണ്ടിക്കാണിക്കാൻ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും എൻ്റെ ശോഭാ സുരേന്ദ്ര, ഇന്ന് നിങ്ങൾ ആരെ ചൂണ്ടിക്കാണിക്കും? ഈ 144 രൂപ അധികം വന്നപ്പോൾ നിങ്ങൾ ആരെ കുറ്റം പറയും? സഖാവ് പിണറായി വിജയനെ കുറ്റം പറയുമോ? ഇനിയെങ്കിലും ഒരു ധൈര്യം കാണിക്കാൻ പറ്റുമോ? 2016 നിങ്ങൾ ഇട്ടതുപോലെ ഇതേ ഒരു ദൃശ്യം വീണ്ടും നിങ്ങൾക്കൊന്ന് ഇട്ടുതരാൻ വേണ്ടി പറ്റുമോ? ഇതേപോലെ ഒരു പ്രതികരണം അറിയിക്കാൻ സാധിക്കുമോ? വീട്ടമ്മമാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇതേപോലെ തുറന്നു പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് വലുത് രാഷ്ട്രീയമാണ്, പ്രസ്ഥാനമാണ്, സ്വന്തം കീശയാണ്.
അതിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ ശോഭാ സുരേന്ദ്ര നിങ്ങളെപ്പോലെയുള്ള ആളുകളെ പൊതുജനങ്ങൾ പരിഹസിക്കാതെ നല്ല 2 വാക്കുകൾ പറയുകയുള്ളൂ. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇതുപോലെയുള്ള വീഡിയോകൾ ഒരുപാട് പേരിൽ എത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് എന്നറിയുമോ? നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരിൽ അത്യാവശ്യം വിവേകമുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് രാജിക്കത്ത് നൽകിയിട്ട് സലാം പറഞ്ഞു പോകും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. This taste is a wonder to me. I'm never gonna miss it for any. Whoa, 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 Yum, yum, yummy kiwi. The taste of your mind. Kiwi ice cream. Chill the fun.